ഇതിന്റെ രണ്ട് നിഴലുകൾ രണ്ട് ചുമരുകളിൽ കാണുന്നുണ്ട്. तुम्हें कहना नहीं आता. Versatile ICT enabled resource for students. VICTERS. എല്ലാ കുട്ടികൾക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി സയൻസ് സ്റ്റുഡൻസിൻ്റെ കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി എന്നെ പരിചയപ്പെടുത്താം. തിരുവനന്തപുരം ജില്ലയിലെ വിളവൂർക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയാണ്. പേര് ശ്രീകല കർത്ത. നമ്മുടെ സെക്കൻഡ് ഇയർ സയൻസ് ടെക്സ്റ്റിന് കെമിസ്ട്രി ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്താണ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര്? സോളിഡ് സ്റ്റേറ്റ്. ആ സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ശ്രമിക്കുന്നത്. മാറ്ററിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അതിൽ ഗേഷ്യസ് സ്റ്റേജിനെ കുറിച്ച് ഫസ്റ്റ് ഇയറിൽ നന്നായി പഠിച്ചു. ലിക്വിഡ്സിനെ കുറിച്ചും അറിയാം. സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ മൂന്ന് ഫിസിക്കൽ സ്റ്റേറ്റ് കൂടാതെ പ്ലാസ്മ സ്റ്റേറ്റ് എന്ന ഒരു ഫോർത്ത് സ്റ്റേറ്റ് ഉണ്ട്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന ഒരു ഫിഫ്ത്ത് സ്റ്റേറ്റും കൂടിയുണ്ട്. സോളിഡ് സ്റ്റേറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സ്റ്റേറ്റ്. എലിമെൻസിനെ ക്ലാസിഫൈ ചെയ്ത് പീരിയോഡിക് ടേബിളിൽ നമ്മൾ പഠിച്ചു. ആ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതലുള്ള എലിമെൻസ് സോളിഡ്സ്. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ആകെ 11 ഗേഷ്യസ് എലമെൻസും 2 ലിക്വിഡ്സും ബാക്കിയെല്ലാം സോളിഡ്സുമാണ്. അതുകൊണ്ട് തന്നെ സോളിഡ്സിനെ കുറിച്ചുള്ള സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോളിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസിനെ വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിന് നല്ല ഒരു സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനുമാണ്. ഇങ്ങനെ ചില കാര്യങ്ങളിൽ സോളിഡ് സ്റ്റേറ്റ് ലിക്വിഡ്സിൽ നിന്നും ഗ്യാസസിൽ നിന്നും ഡിഫറൻ്റ് ആണ്. നമുക്ക് ഈ വിഷ്വൽസിൽ കൂടി സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസസിലും എങ്ങനെയാണ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഈ വിഷ്വൽസ് വഴി വളരെ ക്ലിയർ ആണ്. നമ്മുടെ പാർട്ടിക്കിൾസ് സോളിഡ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു. പക്ഷെ ലിക്വിഡ്സിലും ഗ്യാസസിലും ആ പാർട്ടിക്കിൾസിന് കുറച്ച് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയും ഗ്യാസസിൻ്റെയും ലിക്വിഡ്സിൻ്റെയും ഈ പ്രോപ്പർട്ടിയെ ഫ്ലൂയിഡിറ്റി, ഓർ ദേ ആർ ഏബിൾ ടു ഫ്ലോ. ബട്ട് ഇൻ സോളിഡ്സ്, due to the strong force of attraction between the particles, solids have a rigid shape. അല്ലെങ്കിൽ നമുക്ക് പറയാം റിജിഡിറ്റി ആണ് സോളിഡ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോളിഡ്സ് ആർ റിജിഡ്സ് ആൻഡ് ഇൻകംപ്രസിബിൾ. ഇനി ഈ സോളിഡിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക്
സോളിഡ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് കുറച്ച് സോളിഡ്സിനെ പരിചയപ്പെടുത്താം. ഡയമണ്ട് ഗ്ലാസ്, സോഡിയം ക്ലോറൈഡ്, പ്ലാസ്റ്റിക്, ഇതെല്ലാം ഒരുപോലെയാണോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഡയമണ്ട്, സോഡിയം ക്ലോറൈഡ് തുടങ്ങിയ സബ്സ്റ്റൻസുകളുടെ, സോളിഡ് സബ്സ്റ്റൻസുകളുടെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ അതിൽ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക പാറ്റേണിലാണെന്ന് കാണാൻ പറ്റും. ഒരു റെഗുലർ റിപ്പീറ്റഡ് പാറ്റേണിലാണ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വിഷ്വൽസ് കണ്ടാൽ മനസ്സിലാവും. വിഷ്വൽസിലേക്കൊന്ന് നോക്കാം. അതിൽ കൊടുത്തിട്ടുണ്ട് 2 ഡിഫറെന്റ് പിക്ചേഴ്സ്. ആ വിഷ്വൽസ് ഒന്ന് കാണാം. അവിടെ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വ്യത്യാസമുള്ള രീതിയിലാണെന്ന് ക്ലിയർ ആവുന്നുണ്ട്. സോഡിയം ക്ലോറൈഡ് ഡയമണ്ട് പോലെയുള്ളതിൽ റിപ്പീറ്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മനസ്സിലാകുന്നു. എന്നാൽ അടുത്ത പിക്ചറിൽ കൊടുത്തിരിക്കുന്ന അറേഞ്ച്മെന്റ്സ് ഇറഗുലർ പാറ്റേൺ ആണ്. അതുകൊണ്ട് നമ്മൾ ഈ 2 തരം സബ്സ്റ്റൻസുകളെ 2 പേരിൽ തരംതിരിക്കാൻ പോവുകയാണ്. സോഡിയം ക്ലോറൈഡ്, ഡയമണ്ട് പോലെയുള്ള സബ്സ്റ്റൻസുകളെ നമ്മൾ പറയും ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഗ്ലാസ്, പ്ലാസ്റ്റിക് തുടങ്ങിയവയെ അമോർഫസ് സോളിഡ്സ് എന്ന് പറയും. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെയും അമോർഫസ് സോളിഡ്സിനെയും എങ്ങനെയൊക്കെയാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നതെന്നും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാം. ആദ്യം നമ്മൾ പിക്ചർ കണ്ടിട്ട് മനസ്സിലാക്കി പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിലുള്ള ഡിഫറൻസ്. ക്രിസ്റ്റലൈൻ സോളിഡിൽ പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു റെഗുലർ റിപ്പീറ്റഡ് പാറ്റേൺ ആണ്, അല്ലേ? ഇതിനെ നമുക്ക് പറയാം ലോങ് റേഞ്ച് ഓർഡറിലാണെന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് അമോർഫസിനെ എന്ത് വിളിക്കാം? അവിടെ ഒരു ഇറഗുലർ പാറ്റേൺ ആണ്, അതുകൊണ്ട് അത് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. ഈ സോളിഡുകളെ നമുക്കൊന്ന് ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്താൽ സോളിഡ് മെൽറ്റ് ചെയ്യും. മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും. ഈ മെൽറ്റിംഗ് പോയിന്റിൽ എങ്ങനെയാണ് ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും ഡിഫറൻ്റ് ആകുന്നതെന്ന് നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡിനെ ഹീറ്റ് ചെയ്താൽ അതിനൊരു ഫിക്സഡ് ടെമ്പറേച്ചറിലാണ് മെൽറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. അമോർഫസ് സോളിഡിൽ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റെഗുലർ പാറ്റേണിലല്ല. അതുകൊണ്ട് അതിനെ ഹീറ്റ് ചെയ്താൽ അതിന്റെ എല്ലാ ഭാഗങ്ങളും മെൽറ്റ് ചെയ്യുന്നത് ഒരേപോലെ അല്ല. അമോർഫസ് സോളിഡ്സിന്റെ മെൽറ്റിംഗ് പോയിന്റ് ചെക്ക് ചെയ്താൽ അതിനൊരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലാണ് മെൽറ്റിംഗ് നടക്കുന്നതെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ അമോർഫസ് സോളിഡ്സിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് അല്ല. ഇറ്റ് ഹാസ് നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ മെഷർമെന്റ്സിനെ കുറിച്ച് നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഇതൊക്കെ മെഷർ ചെയ്താൽ we get different values in different directions. അതായത് വാല്യൂസിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് വരുന്നു ഡയറക്ഷൻ മാറുമ്പോൾ. എന്നാൽ അമോർഫസിൽ അങ്ങനെ ഡിഫറെന്റ് വാല്യൂസ് അല്ല. ഇറ്റ് ഹാസ് സെയിം വാല്യൂ ഇൻ എനി ഡിറക്ഷൻ. ഇതിനെ നമുക്ക് പറയാനായിട്ട് ഒരു ടേം ഉണ്ട്, ഐസോട്രോപ്പി. സെയിം വാല്യൂ ഇൻ ഓൾ ഡിറക്ഷൻസ് ആണെങ്കിൽ അതിനെ ഐസോട്രോപ്പി എന്ന് പറയും. ഡിഫറെന്റ് വാല്യൂസ് ആണെങ്കിൽ അതിനെ അൺഐസോട്രോപ്പിക് എന്ന് പറയും. അപ്പൊ ഏതാ ഐസോട്രോപ്പിക്? അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപ്പിക്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അൺഐസോട്രോപ്പിക് ഇൻ നേച്ചർ. അപ്പൊ ഇത്രയും ഡിഫറൻസ്. ഇനി നമുക്ക് ഈ സോളിഡ്സിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഷാർപ്പായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അമോർഫസിനെ നമുക്ക് അങ്ങനെ ഷാർപ്പ് ക്ലീവേജ് കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെ ഈ ഡിഫറൻസുകളെ നമുക്കൊന്ന് കമ്പാരിസന് വേണ്ടിയിട്ട് ഒരു ടേബിൾ ആക്കി നോക്കാം. ഫസ്റ്റ് കോളത്തിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ പ്രത്യേകതകൾ എഴുതുന്നു. സെക്കൻഡ് കോളത്തിൽ അമോർഫസ് സോളിഡ്. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡിൽ ആദ്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ഹാവിംഗ് ലോങ് റേഞ്ച് ഓർഡർ. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞത് ഇറ്റ് ഈസ് അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ. 3,
it has sharp melting point and have a definite heat of fusion. ഇനി അമോർഫസിൽ അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം പറയാം? Amorphous solids, it has short range order, isotropic in nature, no sharp melting point and no definite heat of fusion. ഇനി ഞാൻ ഒരു ലിസ്റ്റ് തരാൻ പോവാണ് സോളിഡ്സിന്റെ. ആ സോളിഡ്സിന്റെ ഗിവൺ ലിസ്റ്റിനെ നിങ്ങൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ് എന്നും. ഇവിടെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് ഒന്ന് നോക്കാം. ഈ കൊടുത്തിരിക്കുന്ന ഒന്ന് വായിച്ചു നോക്കൂ. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? NaCl, ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക്, ഡയമണ്ട്, റബ്ബർ, KCl, വുഡ്, അയോഡിൻ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത്രയും സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുക. എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം? ഏതൊക്കെയാണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും ഏതൊക്കെയാണ് അമോർഫസ് സോളിഡ് എന്നും. ഓക്കെ, ഇനി ക്രിസ്റ്റലൈൻ സോളിഡുകളെ മാത്രമായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ക്രിസ്റ്റലൈൻ സോളിഡിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. Crystalline solids are classified into 4 different types based on the nature of particles present in that and the force of attraction between them. So, crystalline solids ne ee 4 ആയിട്ട് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് പേര് നോക്കിക്കേ. molecular solids, ionic solids, metallic solids and covalent solids. ഈ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിൽ അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. മോളിക്കുലാർ സോളിഡ്സ്, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ molecules. Ionic solid, constituent particles are ions. Metallic solid, the constituent particles are positive ions of the metal in a sea of electrons. And the last one, covalent or network solid, covalently bonded atoms. ഈ 4 സോളിഡുകളെ കുറിച്ചും കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിൽ ഫസ്റ്റ് വൺ ഏതാണ്? ആദ്യത്തേത് മോളിക്കുലാർ സോളിഡ്സ്. മോളിക്കുലാർ സോളിഡ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. മോളിക്യൂൾസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്കറിയാം. മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടിൽ ചില ബോണ്ട്സിന് പൊളാരിറ്റി ഉണ്ട്, ചില ബോണ്ട്സിന് പൊളാരിറ്റി ഇല്ല. എന്താണ് പൊളാരിറ്റി ഓഫ് എ ബോണ്ട് എന്ന് പറഞ്ഞാൽ? 2 ആറ്റങ്ങൾ ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ ഡിഫറൻസ് ഉള്ളതാണ് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോൺ ഷെയർ ചെയ്തിരിക്കുന്നത് മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിനടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ആ ആറ്റത്തിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും മറ്റേ ആറ്റത്തിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും. അങ്ങനെയുള്ള ബോണ്ട്സിനെ പോളാർ ബോണ്ട്സ് എന്ന് പറയുന്നു. ആ പോളാർ ബോണ്ട്സ് ഉള്ള മോളിക്യൂളിനെ പോളാർ മോളിക്യൂൾസ്. അപ്പോൾ മോളിക്യൂൾസിൽ പൊളാരിറ്റി ഉള്ള മോളിക്യൂൾസ് ഉണ്ട്, പൊളാരിറ്റി ഇല്ലാത്ത മോളിക്യൂൾസ് ഉണ്ട്. പിന്നെ ചില മോളിക്യൂൾസിൽ ഒരു പ്രത്യേക ബോണ്ട് വഴി ജോയിൻ ചെയ്തിട്ടുണ്ടാവും മോളിക്യൂൾസിന് നെറ്റ്വർക്ക് സ്ട്രക്ചറിൽ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മോളിക്കുലാർ സോളിഡിനെ 3 ആയിട്ട് തരംതിരിക്കാൻ പോവാണ്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, പോളാർ മോളിക്കുലാർ സോളിഡ്സ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. ഇതിൽ ഓരോന്നും നമുക്ക് ഓരോ എക്സാമ്പിൾ കണ്ട് മനസ്സിലാക്കാം. ഇത് ഫസ്റ്റ് വൺ, നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. മോളിക്കുലാർ സോളിഡ്സിൽ മോളിക്യൂൾ തമ്മിൽ ചേർന്നിരിക്കുന്നത് ആ പിക്ചറിൽ മനസ്സിലാകും. വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്ത് അവിടെ ഒരു സോളിഡ് സ്ട്രക്ചർ ആയിരിക്കുകയാണ്. ഇവിടെ ഈ മോളിക്യൂൾസിൽ പൊളാരിറ്റി ഇല്ല, അവിടെ ഒരു വാൻഡർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ആ പാർട്ടിക്കിൾസിനെ അവിടെ അങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്.
ഇത് ഒരു ഇപ്പൊ കാണുന്ന എക്സാമ്പിൾ ഒരു നോൺ പോളാർ മോളിക്കുലർ സോളിഡ് ആണ്. ഇനി അടുത്തത് വേറെ 2 മോളിക്യൂളിനെ കാണുന്നുണ്ട്. ഏതൊക്കെയാണ്? HCl സൾഫർ ഡയോക്സൈഡും. ഇവിടെ ബോണ്ടിന് പൊളാരിറ്റി ഉണ്ട്, അതുകൊണ്ട് ഈ മോളിക്യൂൾസിന് പോളാർ മോളിക്യൂൾസ് എന്ന് പറയാം. ഈ മോളിക്കുലർ സോളിഡിനെ അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? പോളാർ മോളിക്കുലർ സോളിഡ്സ്. ഇനി മൂന്നാമത്തേത്, ചില മോളിക്യൂളുകളിൽ ഹൈഡ്രജൻ ആറ്റം ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനോടോ നൈട്രജനോടോ ഫ്ലൂറിനോടോ ഒക്കെ ലിങ്ക് ചെയ്തതായിരിക്കും. അങ്ങനെയുള്ള ഹൈഡ്രജൻ വേറെ മോളിക്യൂളിലെ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവുമായിട്ടൊരു പാർഷ്യൽ ലിങ്ക് ഫോം ചെയ്യുന്നു. ഒരു മോളിക്യൂള് വേറൊരു മോളിക്യൂളുമായിട്ട് ഒരു ഡോട്ട് ഇട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ? അതെന്താണ്? അത് ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പൊ ഈ മോളിക്കുലർ സോളിഡിനെ നമ്മൾ എങ്ങനെ വിളിക്കും? ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്. അപ്പൊ മോളിക്കുലർ സോളിഡ് 3 ടൈപ്പ്: നോൺ പോളാർ മോളിക്കുലർ സോളിഡ്, പോളാർ മോളിക്കുലർ സോളിഡ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്. ഇനി നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോകുന്നു. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ക്ലാസിഫിക്കേഷന്റെ രണ്ടാമത്തേത് ഏതാണത്? അയോണിക് സോളിഡ്. അയോണിക് സോളിഡിൽ ഏതാ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. ഈ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും തമ്മിലുള്ള സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഇതിനെ ഹോൾഡ് ചെയ്യുന്നത്. നമുക്ക് ഈ വിഷ്വൽസിൽ അയോൺസിനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഡിഫറെന്റ് കളേഴ്സ് കൊടുത്തിരിക്കുന്നുണ്ട് പോസിറ്റീവ് അയോണിനും നെഗറ്റീവ് അയോൺസിനും. ഇങ്ങനെ അയോൺസിനെ ക്ലോസ്ലി പാക്ഡ് ആണ് ആ കാണുന്ന സ്ട്രക്ചറിൽ. അപ്പൊ അത് ഒരു അയോണിക് സോളിഡ് ആണ്. ഇനി മൂന്നാമത്തത് ഏതാണ്? മൂന്നാമത്തത് മെറ്റാലിക് സോളിഡ്. മെറ്റാലിക് സോളിഡിൽ നമുക്ക് പറഞ്ഞു പോസിറ്റീവ് ചാർജ് ഓഫ് മെറ്റൽ അയോൺസ് ഇൻ എ സീ ഓഫ് ഇലക്ട്രോൺസ്. മെറ്റൽസിന് ആ സ്ട്രക്ചറിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Due to the presence of the free electrons, metals are good conductors of heat and electricity. ഇനി നാലാമത്തത് എന്താണ്? നാലാമത്തെ ക്ലാസിഫിക്കേഷനിൽ വന്നത് കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്. കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ് ആറ്റംസ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു ത്രൂ കോവാലന്റ് ബോണ്ട്സ്. അതാണ് ഇവിടെ ആ ക്ലോസ് പാക്കിങ്ങിൽ കാണാൻ പറ്റുന്നത്. ഏതൊക്കെ എക്സാമ്പിളാണ് കാണുന്നത്? ഡയമണ്ട് ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്. ഈ ഡയമണ്ടിലും ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റങ്ങൾ തമ്മിൽ കോവാലന്റ് ബോണ്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ഈ സോളിഡ് അപ്പൊ ഏതിന്റെ എക്സാമ്പിളാണ്? കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ക്രിസ്റ്റലൈൻ സോളിഡിനെ കുറിച്ച് 4 ക്ലാസിഫൈ ചെയ്തു. ഒന്നും കൂടെ പറഞ്ഞു നോക്കിക്കേ ഏതൊക്കെയാണ്? മോളിക്കുലർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ് ആൻഡ് കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്. ഓക്കെ, ഇത്രയുമായപ്പോ ഇനി അടുത്ത ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നമുക്ക് 2 ടേം പരിചയപ്പെടണം. 2 ടേമിൽ ആദ്യത്തേത് ക്രിസ്റ്റൽ ലാറ്റിസ്, രണ്ടാമത്തത് യൂണിറ്റ് സെൽ. നമ്മൾ ഈ സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ക്രിസ്റ്റലൈൻ സോളിഡിനെ കുറിച്ച്. അവിടെ പാർട്ടിക്കിൾസിന് ഒരു റെഗുലർ റിപ്പീറ്റഡ് പാറ്റേൺ ആണെന്ന് കണ്ടിരുന്നു അല്ലേ? ഇങ്ങനെയുള്ള ഈ റെഗുലർ അറേഞ്ച്മെന്റിനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ഈ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് റിപ്പീറ്റഡ് ആയിട്ട് ആ ചെറിയ യൂണിറ്റ് ചേർന്നാണ് നമുക്ക് ഈ ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടുന്നത്. ആ ഏറ്റവും ചെറിയ റിപ്പീറ്റിംഗ് യൂണിറ്റിനെ നമ്മൾ യൂണിറ്റ് സെൽ എന്നും പറയും. അപ്പൊ നിങ്ങൾക്ക് യൂണിറ്റ് സെല്ലിനെയും ക്രിസ്റ്റൽ ലാറ്റിസിനെയും ഈ വിഷ്വൽസിൽ കൂടെ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആ യൂണിറ്റ് സെല്ല് കണ്ടില്ലേ? ആ യൂണിറ്റ് സെല്ല് തമ്മിൽ ചേരുകയാണ്. ചേർന്ന് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുന്നത് കാണിച്ചു തരാണ്. അപ്പൊ മനസ്സിലായി ആ ക്രിസ്റ്റൽ ലാറ്റിസിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ്
ആദ്യം കണ്ട പിക്ചർ അല്ലേ, ആദ്യം കണ്ട ആ ചെറിയ ക്യൂബ്, അതിങ്ങനെ ചേർന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഇപ്പം കണ്ട ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടിയത്. ഇങ്ങനെയുള്ള ക്രിസ്റ്റൽ ലാറ്റിസുകളെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന യൂണിറ്റ് സെല്ലിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിനെ നമുക്ക് എങ്ങനെയെല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാമെന്ന് നോക്കാം. ഒരു യൂണിറ്റ് സെൽ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് നമ്മളൊരു ക്യൂബിക് യൂണിറ്റ് സെല്ലിനെ എടുക്കുന്നു. ഒരു ക്യൂബാണ്. ആ ക്യൂബിന് നമ്മൾ ഒരു വിഷ്വൽസ് കാണിക്കാം. അതിലൊരു യൂണിറ്റ് സെല്ലിന് 3 ഡിസ്റ്റൻസ് കാണിക്കാനായിട്ട് 3 ആക്സിസ് കാണുന്നുണ്ട്. എക്സ്, വൈ, ഇസഡ് എന്ന ആക്സിസ്. ആ ആക്സിസിൽ ഓരോ ആക്സിസിലേക്കുമുള്ള ക്രിസ്റ്റൽ സൈഡിൽ എന്ത് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എഡ്ജിൽ എന്ത് കാണിക്കുന്നുണ്ട്, അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എ, ബി, സി കാണുന്നുണ്ടല്ലോ. ഇനി ഈ എഡ്ജസിനിടയ്ക്കുള്ള ആംഗിൾ കാണിക്കുന്നുണ്ട്. ആ ആംഗിൾസിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. So each unit cell is characterized by the 3 edge length A, B and C and the 3 angles alpha, beta and gamma. ഈ എ, ബി, സിക്കും ആൽഫ, ബീറ്റ, ഗാമയ്ക്കും ഡിഫറെൻറ്റ് വാല്യൂസ് വരുന്ന അനുസരിച്ച് നമുക്ക് 7 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്. ഈ 7 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം അപ്പോൾ എങ്ങനെ വ്യത്യാസം, അതിന് എഡ്ജ് ലെങ്ത് എ, ബി, സി എന്ന വാല്യൂസിൽ ഡിഫറൻസ് ഉണ്ടാവും. ആൽഫ, ബീറ്റ, ഗാമ ആ ആംഗിൾസിൽ വ്യത്യാസമുണ്ടാവും. ഒരു ക്രിസ്റ്റലിൻ്റെ വാല്യൂസ് അല്ല വേറൊന്നിന്. അപ്പം അങ്ങനെ നമുക്ക് 7 ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്. അതേതൊക്കെയാണെന്ന് അതിന് പേരൊന്ന് നോക്കാം. ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് ഒരു വിഷ്വൽ കാണുകയാണ്. ഇവിടെ നമുക്ക് 7 ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സിസ്റ്റംസ് കാണിക്കും. ആ 7 ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സിസ്റ്റങ്ങളുടെ പേരൊന്ന് വായിച്ചു നോക്കിക്കേ. ക്യൂബിക്, ടെട്രഗണൽ, മോണോക്ലിനിക്, ഓർത്തോറോംബിക്, ട്രൈക്ലിനിക്, ഹെക്സഗണൽ ആൻഡ് റോംബോഹെഡ്രൻ. അപ്പോൾ ഈ 7 നെയിംസ് നമുക്ക് ഓർത്തിരിക്കാൻ നമുക്കൊരു ചെറിയ വാക്കും കൂടി ഓർത്ത് വയ്ക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സിനെ തമ്മിൽ ചേർത്തിട്ടൊരു വാക്ക്, ക്യൂട്ട് മദർ. ആ മദറിന് ഇ ഇല്ല. മദർ എന്നുള്ള സ്പെല്ലിങ്ങിൽ നമുക്ക് ഇ കൂടെ ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇ എന്നുള്ള ഒരു ആൽഫബറ്റ് ഇല്ല. CUTEMOTHR അത്രയേ ഉള്ളൂ, ഇ ഇല്ല. ഇനി നോക്കിക്കേ, അത് വെച്ചിട്ട് നമുക്ക് ഈ 7 സിസ്റ്റത്തിൻ്റെ പേര് പറയാൻ പറ്റുന്നുണ്ടോയെന്ന് എളുപ്പമാണ് അല്ലേ. ക്യൂട്ട്, CU ക്യൂബിക്, T ടെട്രഗണൽ, M മോണോക്ലിനിക്, O ഓർത്തോറോംബിക്, T ട്രൈക്ലിനിക്, H ഹെക്സഗണൽ ആൻഡ് R റോംബോഹെഡ്. അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റം, ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ചെറിയ ജോലി തരാണ്. നിങ്ങളുടെ ബുക്കിൽ ഈ 7 ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സിസ്റ്റത്തെക്കുറിച്ച് ഒരു ടേബിൾ തയ്യാറാക്കുക. നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. എല്ലാത്തിനും പേരും എഡ്ജ് ലെങ്ത്, ആംഗിൾസ് ഒക്കെ എങ്ങനെ വ്യത്യാസം വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളത് ഒന്ന് ബുക്കിൽ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി യൂണിറ്റ് സെല്ലുകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുകയാണ്. നമുക്കിവിടെ പഠിക്കാനുള്ളതിലെല്ലാം ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ യൂണിറ്റ് സെല്ലുകളെ 2ആയിട്ട് തരംതിരിക്കുന്നു. പ്രിമിറ്റീവ് എന്നും സെൻറ്റേർഡ് എന്നും. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് ക്യൂബിക് സിസ്റ്റങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു ക്യൂബിന് പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് കോർണേഴ്സിൽ മാത്രം അങ്ങനെയുള്ള ഒരു യൂണിറ്റ് സെല്ലിനെയാണ് ക്യൂബിക് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിമിറ്റീവിൽ എവിടെ മാത്രമേ ഉള്ളൂ പാർട്ടിക്കിൾ? കോർണേഴ്സിൽ മാത്രം. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ വാക്ക് എന്താണ്? സെൻറ്റേർഡ്. സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടിക്കിൾസ് കോർണേഴ്സിലല്ലാതെ വേറെ എവിടെയൊക്കെ ഉണ്ടെന്നനുസരിച്ച് 3 ടൈപ്പ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലുകളുണ്ട്. അതിലാദ്യത്തേത്
ബോഡി സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ ആ വിഷ്വൽ നോക്കാം. ബോഡി സെൻറ്റർ പ്രിമിറ്റീവിലെ പോലെ കോർണറിൽ പാർട്ടിക്കിൾ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ. രണ്ടാമത്തത് ഫേസ് സെൻറ്റേർഡ്. അപ്പോൾ എവിടെയൊക്കെയുണ്ട് പാർട്ടിക്കിൾസ്? ക്യൂബിൻ്റെ കോർണേഴ്സിലും ഫേസസിൻ്റെ സെൻറ്ററിലും. ഒരു ക്യൂബിന് എത്ര ഫേസസ് ഉണ്ട്? 6 ഡിഫറെൻറ്റ് ഫേസസ്. അപ്പോൾ ഈ ഓരോ ഫേസിൻ്റെയും സെൻറ്ററിൽ ഓരോ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്. ഇനി മൂന്നാമത്തത് എൻഡ് സെൻറ്റേർഡ്. എൻഡ് സെൻറ്റേർഡിൽ particles are present at the corners and at two opposite faces, center of two opposite faces. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് പ്രിമിറ്റീവും സെൻറ്റേർഡും ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. പക്ഷേ ഇനി കുറച്ചും കൂടെ കാര്യങ്ങളിലേക്ക് പോയാൽ അറിയാം, യൂണിറ്റ് സെല്ലുകൾ തമ്മിൽ ചേർന്നാണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആവുന്നത്, അല്ലേ? പാർട്ടിക്കിൾസിന് സ്ഫെറിക്കൽ ഷേപ്പാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിൾസിനെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്ത്, നമ്മുടെ യൂണിറ്റ് സെല്ലുകൾ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്യുമ്പോൾ ഒരു കോർണറിലുള്ള പാർട്ടിക്കിൾ ആ യൂണിറ്റ് സെല്ലിന് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും? സംശയം തോന്നുന്നുണ്ടോ? നമുക്ക് ഈ വിഷ്വൽസിൽ കൂടി എങ്ങനെയാണ് യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം, ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റങ്ങളുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിലാദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണ്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾസ് എവിടെയുണ്ടെന്ന് പറഞ്ഞു? കോർണേഴ്സിൽ. ഇങ്ങനെയുള്ള ഒരു യൂണിറ്റ് സെൽ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ ഒരു കോർണറിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾ 8 ഡിഫറെൻ്റ് യൂണിറ്റ് സെല്ലുകളുമായി ആ കോർണർ പൊസിഷൻ ഷെയർ ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാം ആ കോർണറിലുള്ള ഒരു പാർട്ടിക്കിളിന് ഈ 8 യൂണിറ്റ് സെല്ലിൻ്റെയും ഭാഗമാണ്. അങ്ങനെയെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് സെല്ലിന് എത്ര കിട്ടും? അതിൻ്റെ 1/8, അല്ലേ? അപ്പോൾ ഇത് നോക്കിക്കാൻ മനസ്സിലാവുന്നുണ്ട്. പാർട്ടിക്കിൾ 8 കോർണേഴ്സിലുണ്ട്. ആ 8 കോർണേഴ്സിലും ഓരോ കോർണറിലും എത്ര മാത്രമേ കോൺട്രിബ്യൂഷൻ ഉള്ളൂ? 1/8. അങ്ങനെയെങ്കിൽ ആ യൂണിറ്റ് സെല്ലിൽ ആകെ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 8 കോർണേഴ്സ്, 8 into 1/8 contribution into 1/8 equals 1. So effective number of atoms in a primitive unit cell is 1. ഇനി നമ്മൾ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൻ്റെത് ഇതേപോലെ ഒന്ന് നോക്കാം. ഇതാ കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എവിടെയൊക്കെയുണ്ട് പാർട്ടിക്കിൾസ്? 8 കോർണേഴ്സിലുണ്ട്, അതിന് സെൻറ്ററിലുണ്ട്. ഈ കോർണേഴ്സിലുള്ള പാർട്ടിക്കിൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു യൂണിറ്റ് സെല്ലിന് 1/8 കോൺട്രിബ്യൂഷനേ ഉള്ളൂ. ബോഡി സെൻറ്ററിൻ്റെ സെൻറ്ററിലുള്ള പാർട്ടിക്കിൾ വേറെ ഒരു യൂണിറ്റ് സെല്ലുമായിട്ടും ഈ പാർട്ടിക്കിളിനെ ഷെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ പാർട്ടിക്കിൾ ബിലോങ്സ് ടു ദാറ്റ് സിംഗിൾ യൂണിറ്റ് സെൽ ഓൺലി. അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്? ഹൗ മെനി ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ആർ പ്രസന്റ് ഇൻ എ ബോഡി സെൻറ്റേർഡ് ക്യൂബ്? കോർണർ ആറ്റങ്ങളുടേത് 1/8 into 8 equals 1. ബോഡി സെൻറ്ററിലുള്ളതിന് കോൺട്രിബ്യൂഷൻ അതിന് മാത്രം, അതുകൊണ്ട് 1. സോ ടോട്ടൽ നമ്പർ 1 + 1 equals 2. വീണ്ടും നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.